ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഞാൻ ആനന്ദ് കൃഷ്ണൻ. MD ഒന്ന് കാണുമായിരുന്നു. ഓക്കെ സർ. ഹലോ. ആ, വരാൻ പറയൂ. ചെന്നോളൂ. എക്സ്ക്യൂസ് മീ സർ. വെൽക്കം മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പിന്നെ മിസ്റ്റർ ആനന്ദ് സർ, നിങ്ങൾ അവതരിപ്പിച്ച പ്രോജക്റ്റ് നമുക്ക് ആലോചിക്കാവുന്ന ഒന്നാണ്. മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ നല്ല അഭിപ്രായമാണ് അതേക്കുറിച്ച് പറഞ്ഞത്. ഓ, താങ്ക് യു സർ. നിങ്ങൾ അവതരിപ്പിച്ചത് ഇത്രയും വിജയസാധ്യതയുള്ള പ്രോജക്റ്റ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഈ പ്രോജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അതിന്റെ ബഡ്ജറ്റ് പ്ലാൻ എങ്ങനെ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യും? ഏത് സ്റ്റേജിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും? എപ്പോഴെപ്പോഴൊക്കെ ഫണ്ട് വേണം? തുടങ്ങിയ ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് കൂടി നിങ്ങൾ ഉടനെ സബ്മിറ്റ് ചെയ്യണം. അതും കൂടി ഓക്കെ ആയാൽ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ സർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. വെൽക്കം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഷുവർ. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. ശരി. ആന്റിയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിലേ അടിച്ച് കാരണം പോവച്ചാണ് ഞാൻ. പ്രിയങ്ക, ഞാൻ ബോധപൂർവം. മതി. ഉത്തരവാദിത്വം ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ന്യായം പറയുന്നു. ആ സ്ലോ പോയിസൺ തട്ടി വീണത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കൺമുമ്പിലാണ്. ഒരു തരി സംശയം തോന്നിയിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിനകം അന്വേഷണം തുടങ്ങിയേനെ. പിന്നെ പോലീസുകാര് കയ്യാമം വെച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോ അഖിലയുടെ കാല് പിടിച്ച് രക്ഷപ്പെടുത്താൻ കല്യാണി ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെന്താ പ്രിയങ്കെ നീ ഒരു മൂന വെച്ച് സംസാരിച്ചത്? കല്യാണിയെ കണ്ടിട്ടൊന്നും അല്ല വിലാസിനി തൃച്ചംബരത്ത് ജീവിക്കുന്നത്. ആന്റി, എന്നിട്ടും ആന്റി ചെയ്തതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. പ്രിയങ്കെ, അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? ഞാൻ ഇപ്പൊ വന്നത് അതുപോലൊരു സ്ലോ പോയിസന്റെ ബോട്ടിലിന് വേണ്ടിയാ. നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എളുപ്പമുള്ള കാര്യമല്ലേ പറയുന്നത്. പാളയം മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന ലൈം സോഡ അല്ല ഇത്. സ്ലോ പോയിസണാ. നിന്റെ പറച്ചില് കേട്ടാ ഞാനത് മനഃപൂർവ്വം തട്ടിയെറിഞ്ഞതാണെന്ന് തോന്നുമല്ലോ. ആദ്യം നീ എന്നോടുള്ള ഈ പഴിചാരലൊന്ന് നിർത്തി തരുമോ? നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി. അത് നടപ്പിലാക്കേണ്ടത് ഞാനാ. ഞാൻ കലക്കി കൊടുക്കുന്നത് വിഷം കലക്കിയ ടോണിക്കാണെന്നെങ്ങാനും അറിഞ്ഞാ എന്നെ ചിത്രവധം ചെയ്യും അഖിലാണ്ടേശ്വരി. ആ റിസ്ക് എന്താ നീ ആലോചിക്കാത്തത്? ആന്റി, ആ ടോണിക് ബോട്ടിൽ തട്ടിപ്പോയി അറിഞ്ഞപ്പോ മുതൽ ഞാൻ ആ സ്ലോ പോയിസൺ തിരക്കി ഇറങ്ങിയതാ. ഒരു രക്ഷയില്ല ആന്റി. അവസാനം അഖിലാണ്ടേശ്വരിയുടെ ആയുസിന്റെ ബലമെന്ന് ഉറപ്പിച്ച് ഞാൻ പിന്തിരിഞ്ഞതാ. അപ്പോഴാ മരണത്തിന്റെ കരിനിഴൽ അഖിലയുടെ നെറുകയിലും പതിഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങെടുക്ക് ഗംഗ. ഞാൻ അറിഞ്ഞിരുന്നില്ല ആന്റി, ഗംഗ അതുപോലൊരു സ്ലോ പോയിസണും കയ്യിൽ കരുതിയാണ് നടന്നിരുന്നത് എന്ന്. ഇവൾ ആരെ കൊല്ലാനായി ഈ സ്ലോ പോയിസണുമായി നടന്നത്? ഒരു കാര്യം ഉറപ്പാ, ഞാൻ തൃച്ചംബരത്ത് വെച്ച് കണ്ട ഗംഗയല്ല ഇവള്. ഗംഗ, ആ ബോട്ടിൽ ആന്റിയുടെ കയ്യിൽ കൊടുക്കുക.
എന്താ ആന്റി കൈക്കൊരു വിറയല്? ഒന്നുമില്ല. ഇന്ന് ഞാൻ പോട്ടെ പ്രിയങ്കേ. ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്. 1930 മാർച്ച് 12. കറക്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കറക്റ്റ്. എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച തീയതി 1948 ജനുവരി 30. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിടിച്ചോ. അടുത്തത്. ജാലിയൻവാല ബാഗ് എന്നാ നടന്നേ? ജാലിയൻവാല ബാഗോ? അതേത് ബാഗാ? എനിക്ക് ഓപ്ഷൻ വേണം. ഓപ്ഷനോ? എന്ത് ഓപ്ഷൻ? ഇത് TV പരിപാടിയൊന്നല്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അത് ബക്കറ്റ് സഞ്ചി ഒന്നുമല്ല. തൊട്ടി. അതെന്നെ വിളിച്ചതാ. എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു അക്ഷരം ശ്രദ്ധിക്കുന്നില്ല. കുട്ടി ഈ കണക്കിന് പോയ എക്സാമിന് വലിയൊരു മുട്ട മേടിക്കും. വട്ട 0. പഠിക്കാൻ വരുന്നു, വെറുതെ പണി മുടക്കാൻ. എടാ ചൂടാവല്ലേ? എടാന്നോ? ഒരു ടീച്ചറിനെ സ്റ്റുഡന്റ് എടാന്നാണോ വിളിക്കുന്നത്? എങ്ങനെ ഈ വിദ്യാർത്ഥി സമൂഹം നന്നാവും? അതെ, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, എന്താ ഇവിടെ? അല്ല പിന്നെ വല്യുഞ്ഞെ ഇവ പഠിപ്പിച്ച് വെറുതെ എന്നോട് ദേഷ്യപ്പെടുക. ഒരു അക്ഷരം പഠിക്കില്ല അയ്യോ, വല്യുഞ്ഞെ. ഞാനോ? ജാലിയൻവാല ബാഗിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി കേൾക്കണോ വല്യുഞ്ഞിന്? അതെന്ത് ബാഗാണെന്ന്? അല്ലെങ്കിൽ തൊട്ടിയായിരിക്കും ഒന്ന്. കൂടാതെ ഒരു അധ്യാപകനായ എന്നെ വിളിക്കുന്നത് എടാ എന്ന്. ഒരു സ്റ്റുഡന്റ് അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ വല്യുഞ്ഞെ? ഏയ്, ശരിയല്ല. ആങ്ങളെയും പെങ്ങളും കൂടി ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് തല്ലി പിരിയൂന്ന്. അനികൂടാ, നീ നിന്റെ ട്യൂട്ടോറിയൽ കോളേജ് പൂട്ടുന്നതാ നല്ലത്. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. പൂട്ടിക്കഴിഞ്ഞു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നല്ല ടീച്ചറും നല്ല സ്റ്റുഡന്റും. അവനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് വഴക്കൂടാനോ വല്യുഞ്ഞെ? കല്യാണി, വീട്ടുകാര് കൈയൊഴിഞ്ഞവരാ നമ്മള്. ആകെ കൂടി എനിക്കും നിനക്കും ഉള്ളത് അവൻ മാത്രമാ. തമാശയ്ക്ക് പോലും അവനെ വഴക്ക് പറയരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും അവനെന്റെ കുഞ്ഞളിയനാ. അയ്യോ, എന്താ വല്യുഞ്ഞെ ഇത്? ഞാൻ അവനോട് വഴക്കിടുവോ? ഇതൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞതാ. കല്യാണി, നീ ഞാൻ പോയ കാര്യം എന്തായെന്ന് ചോദിച്ചില്ലല്ലോ. അല്ല, അതിനുള്ള സമയം തരണ്ടേ? മാത്രല്ല വല്യുഞ്ഞ് ഇങ്ങോട്ട് പറയട്ടെ എന്ന് കരുതി ഞാൻ ചോദിക്കാതിരുന്നതാ. ഓ, എന്നാൽ എന്റെ ചെമ്പരത്തിക്കുട്ടി കേട്ടോ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാ. അത് ഈ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഓ, മുഖം നോക്കി ഫലം പറയാൻ നീ ആരാ? കാക്കാത്തിയോ? കാക്കാത്തിയൊന്നുമല്ല. പക്ഷേ സ്വന്തം ഭർത്താവിന്റെ മനസ്സിലുള്ളത് കണ്ടെത്താൻ ഭാര്യമാർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഓഹോ, എന്നാലൊന്ന് പറഞ്ഞേ, ഞാൻ ഇന്ന് ആ കമ്പനി പോയിന്റെ റിസൾട്ട്. അതിനെന്താ ഇത്ര സംശയം? എന്റെ വല്യ കുഞ്ഞ് അവതരിപ്പിച്ച പ്രോജക്റ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുവോ? പ്രോജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. എന്നാ കേട്ടോ, പ്രോജക്റ്റ് സ്വീകാര്യമായി. ബാക്കി ഡീറ്റെയിൽസ് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. ബഡ്ജറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് 100% ഉറപ്പാ. ഈശ്വര, വെളുപ്പുറത്തമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ വല്യുഞ്ഞിന് കുടിക്കാൻ ചായ എടുക്കാം. കല്യാണി, ക്ലോസ് യുവർ ഐസ്. അയ്യോ, ഐസ് ഇരിപ്പില്ല വല്യുഞ്ഞെ. ഓ, അതല്ലടി പൊട്ടി. ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞ കണ്ണടച്ച് പിടിക്കാൻ. ഓ, അതായിരുന്നോ? കണ്ണു തുറക്കട്ടെ? വേണ്ട 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 വേണ്ട. ഇനി തുറന്നോ.
കാട്ടുമുളം തണ്ടിനും കാട്ടാറിനും കാറ്റിനുണ്ടൊരു സംഗീതം. അപ്പൊ പിന്നെ മുടിത്തുമ്പിൽ തുളസിക്കതിരും ചൂടി സീമന്തരേഖയിൽ സിന്ദൂരവും നെറ്റിയിൽ ചന്ദനവും തൊട്ടു വരുന്ന എന്റെ ചെമ്പരത്തിക്കുട്ടിക്കും വേണ്ടേ കാലിലൊരു കിലുക്കം. എന്റെ ഒരു തലവിധി. സ്റ്റാഫിന് വന്ന് തട്ടിയിടാൻ കണ്ടൊരു നേരം. അതെങ്ങനെയാ? എല്ലാവളുമാരും ആ അടുക്കളക്കാരി കല്യാണിയെ കണ്ടല്ലേ പഠിക്കുന്നത്. ആ പ്രിയങ്കയുടെ കാല് പിടിച്ച് ഒരെണ്ണം കൂടി ഒപ്പിച്ചതിന്റെ പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇനിയിപ്പോ ഇത് ടോണിക്കില് കലർത്തി ആ അഖിലയ്ക്ക് സംശയം തോന്നാതെ വീണ്ടും മുറിയിൽ എത്തിക്കണമല്ലോ. ഇപ്പൊ എവിടെ വയ്ക്കും? ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ പുറത്തുകൊണ്ടുപോയി കളയാം. വേണ്ട, ഇതിപ്പോ ആരെങ്കിലും കണ്ടാലോ? ഇവിടെ ആവുമ്പോ ആരും ശ്രദ്ധിക്കില്ല. അപ്പോ വിഷ ടോണിക് റെഡി. അഖില, നീ ഇനി എത്ര ബോട്ടിൽ പൊട്ടിച്ചു കളഞ്ഞാലും ഞാൻ വിടില്ല.